നമസ്കാരം. വാർത്തകളും വിശേഷങ്ങളുമായി സൗത്ത് വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സിനി ചന്ദ്ര. ഇന്നത്തെ പ്രധാന സംഭവ വികാസങ്ങളിലേക്ക്. യുണൈറ്റഡ് മർച്ചന്റ് ചേംബറിന്റെ സമരപ്രഖ്യാപന കൺവെൻഷൻ ആഗസ്റ്റ് 5-ന്. ഭീമഹർജിക്കായി ഒപ്പ് ശേഖരിക്കും. തിങ്കളാഴ്ച ഓച്ചിറയിൽ നിന്നും പ്രചാരണ ജാഥ. തെന്മല ഗ്രാമപഞ്ചായത്ത് ഉദയഗിരി റെയിൽവേ സ്റ്റേഷൻ റോഡ് ഉദ്ഘാടനം ചെയ്തു. ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയായിരുന്നു നിർമ്മാണം. 5 ലക്ഷം രൂപയാണ് നിർമ്മാണത്തിന് വിനിയോഗിച്ചത്. സാധാരണ കർഷകരാണ്, ഏറും പാവപ്പെട്ടതായ കുറച്ച് കർഷകർ. അവരെങ്ങനെയാണ് ഇവിടെ ജീവിക്കുന്നത്? കാട്ടാന ശല്യത്തിൽ പൊറുതിമുട്ടി തെന്മല ഗ്രാമപഞ്ചായത്ത് 1-ാം വാർഡ്. ചെറുകടവിലെ കർഷകർ പ്രതിസന്ധിയിൽ. കൃഷി വ്യാപകമായി നശിപ്പിക്കുന്നു. കാട്ടാനകളുടെ വിഹാര കേന്ദ്രമായി ചെറുകടവ്. വിശദമായ വാർത്തകളിലേക്ക്. യുണൈറ്റഡ് മർച്ചന്റ് ചേംബറിന്റെ സമരപ്രഖ്യാപന കൺവെൻഷൻ ഓഗസ്റ്റ് 5-ന് നടക്കും. ഭീമഹർജിക്കായുള്ള ഒപ്പുശേഖരണവും ആദ്യകാല വ്യാപാരികളെ ആദരിക്കലും ഇതോടനുബന്ധിച്ച് നടത്തും. ഇതിന്റെ ഭാഗമായി തിങ്കളാഴ്ച ഓച്ചിറയിൽ നിന്നും പ്രചാരണ ജാഥ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട കുടിയൊഴിപ്പിക്കപ്പെട്ട വ്യാപാരികളുടെ നഷ്ടപരിഹാരത്തിനും പുനരധിവാസ പാക്കേജിനുമായി ഹൈക്കോടതിയിൽ വ്യാപാരികൾ സമർപ്പിച്ച കേസിൽ അനുകൂല വിധി ഉണ്ടായിട്ടും ഉത്തരവിൽ പറഞ്ഞിട്ടുള്ള 2 ലക്ഷം രൂപ വ്യാപാര സ്ഥാപനങ്ങൾ നഷ്ടപ്പെട്ട മുഴുവൻ വ്യാപാരികൾക്കും അനുബന്ധ തൊഴിലാളികൾക്കും ഇതുവരെയും നൽകിയിട്ടില്ല. ഈ ആവശ്യമുന്നയിച്ച UMC കൊല്ലം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഓഗസ്റ്റ് 5-ന് രാവിലെ 10-ന് കരുനാഗപ്പള്ളി ലാലാജി ഗ്രന്ഥശാല ഹാളിൽ സമരപ്രഖ്യാപന കൺവെൻഷൻ നടത്തും. ഇതോടനുബന്ധിച്ച് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് ഭീമഹർജി നൽകാനുള്ള ഒപ്പുശേഖരണം, ആദ്യകാല വ്യാപാരികളെ ആദരിക്കൽ എന്നിവയും സംഘടിപ്പിക്കും. ബന്ധപ്പെട്ട കുടിയൊഴിപ്പിക്കപ്പെട്ട വ്യാപാരികൾ 2021 മുതൽ അലയുകയാണ്. കാരണം മറ്റൊന്നുമല്ല, വാടകയ്ക്കുന്ന വ്യാപാരികൾക്ക് ഷിഫ്റ്റിംഗ് ചാർജ് പോലും നൽകാതെയാണ് അവരെ ഇറക്കിവിട്ടത്. കൊല്ലം ജില്ലയിൽ 2872 വ്യാപാരികളാണ് വ്യാപാരം നഷ്ടപ്പെട്ടത്. അത് 2500 പേർക്ക് യുണൈറ്റഡ് മർച്ചന്റ് ചേംബറിന്റെ ശക്തമായ സമര പരിപാടികളിലൂടെ ഇടപെടലിലൂടെ 75,000 രൂപ വീതം നൽകുകയുണ്ടായി. എന്നാൽ പുനരധിവാസം കാലം ഇത്രയും കഴിഞ്ഞിട്ടും ഇതുവരെയും നൽകിയിട്ടില്ല. ഹൈക്കോടതിയിൽ വ്യാപാരികൾ കേസ് ഫയൽ ചെയ്തു. ആ കേസിൽ 2 ലക്ഷം രൂപ നൽകണമെന്നൊരു വിധിയും ഇപ്പോൾ ലഭിച്ചിട്ടുണ്ട്. എങ്കിൽ തന്നെയും കേരള ഗവൺമെന്റിൽ ഫണ്ടില്ല എന്നുള്ള ഒരു കാരണം കൊണ്ട് അത് അപ്പീൽ പോകാൻ വേണ്ടിയുള്ള ശ്രമമാണ് കേരള ഗവൺമെന്റ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ LANH, നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ, അവരുടെ ആവശ്യത്തിന് ഫണ്ടുണ്ട്. യഥാർത്ഥ നിയമം അനുസരിച്ച് വ്യാപാരികൾക്ക് വ്യാപാരം നഷ്ടപ്പെടുന്നതിന് മുമ്പ് തന്നെ പുനരധിവാസം നൽകണം എന്നുള്ളതാണ് നിയമത്തിൽ അനുശാസിക്കുന്നത്. സമരപ്രഖ്യാപന കൺവെൻഷന്റെ ഭാഗമായി തിങ്കളാഴ്ച രാവിലെ 9-ന് ഓച്ചിറ KSRTC മൈതാനിയിൽ നിന്നും സമരപ്രചാരണ ജാഥ ആരംഭിക്കും. യുണൈറ്റഡ് മർച്ചന്റ്സ് ചേംബർ സംസ്ഥാന ട്രഷറർ നിജാം ബഷി പ്രചാരണ ജാഥ ഉദ്ഘാടനം ചെയ്യും. വാഹനജാഥ പാരിപ്പള്ളി കടമ്പാട്ടുകോണത്ത് സമാപിക്കും. യുണൈറ്റഡ് മർച്ചന്റ്സ് ചേംബർ ഭാരവാഹികളാണ് ഇക്കാര്യം അറിയിച്ചത്. സമരപ്രഖ്യാപന കൺവെൻഷൻ CR മഹേഷ് MLA ഉദ്ഘാടനം ചെയ്യും. ഡോക്ടർ സുജിത് വിജയൻപിള്ള MLA മുഖ്യപ്രഭാഷണം നടത്തും. നിജാം ബിഷി അധ്യക്ഷത വഹിക്കും. ഡോക്ടർ ശശികുമാർ വിഷയം അവതരിപ്പിക്കും. നിലവിലെ കേസിന്റെ വിശദാംശങ്ങൾ അഡ്വക്കേറ്റ് സുനിൽ നാരായണൻ വിശദീകരിക്കും. ആദ്യകാല വ്യാപാരികളെ നഗരസഭാ ചെയർമാൻ പടിപ്പുര ലത്തീഫ് ആദരിക്കും. സിദ്ദിഖ് മണ്ണന്റെ M, സുധീർ കാട്ടിൽത്തറ, നിജാം ബിഷി തുടങ്ങിയവരാണ് ഇക്കാര്യം അറിയിച്ചത്. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. ഓച്ചിറ പ്രയാർ RVSM ഹയർ സെക്കൻഡറി സ്കൂളിന്റെ രജത ജൂബിലി ആഘോഷം ആഗസ്റ്റ് 9-ന് നടക്കും. തിഷ എന്ന പേരിലാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. സെമിനാർ ഹാളിന്റെ സമർപ്പണവും ഇതോടനുബന്ധിച്ച് നടക്കുമെന്ന് ബന്ധപ്പെട്ടവർ പറഞ്ഞു. നമ്മൾ വളരെ മുമ്പേ ഓടുകയാണ്, നമ്മൾ കാലഘട്ടത്തിന് മുമ്പേ ഓടുകയാണ്. പരിമിതമായ ഊർജ സ്രോതസ്സുകൾക്കിടയിൽ നമ്മുടേതായ ഒരു കോൺട്രിബ്യൂഷൻ ആണ്. ഇത്രയും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുകയാണ്. ഇതെല്ലാം KSEBക്ക് കൊടുക്കുകയും ചെയ്യുന്നുണ്ട്, നമുക്കുള്ളത് കിട്ടുകയും ചെയ്യുന്നുണ്ട്. നമ്മുടെ എല്ലാ കാര്യങ്ങളും നടക്കുന്നുണ്ട്. പ്രയാർ RVSM ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹയർ സെക്കൻഡറി വിഭാഗം ആരംഭിച്ച് 25 വർഷം പൂർത്തിയാകുന്നതിന്റെ ഭാഗമായുള്ള രജത ജൂബിലി ആഘോഷമാണ് ഓഗസ്റ്റ് 9-ന് നടക്കുന്നത്. ടിഷ 2025 എന്ന പേരിലാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. ആധുനിക രീതിയിൽ മികച്ച ശബ്ദ സംവിധാനത്തോടെ സജ്ജമാക്കിയ സെമിനാർ ഹാളിന്റെ സമർപ്പണവും ഇതോടനുബന്ധിച്ച് നടക്കും. മന്ത്രി V ശിവൻകുട്ടി രജത ജൂബിലി ആഘോഷവും സെമിനാർ ഹാളിന്റെ സമർപ്പണവും നിർവഹിക്കുമെന്ന് സ്കൂൾ അധികൃതർ അറിയിച്ചു. ഹയർ സെക്കൻഡറി വിഭാഗം തുടങ്ങിയിട്ട് ഇപ്പോൾ
25 കൊല്ലം പൂർത്തിയാവുകയാണ്. ഹയർ സെക്കൻഡറി കേരളത്തിലുടനീളം ഒരുമിച്ചാണ് തുടങ്ങിയത്. ആദ്യത്തെ ബാച്ചിൽ തന്നെ നമുക്ക് കിട്ടുകയുണ്ടായി. 2000 ആണ്ടിൽ നമ്മൾ തുടങ്ങിയാണ്. 25 കൊല്ലം പൂർത്തിയാവുകയാണ്. അപ്പൊ 25 കൊല്ലത്തെ ഒരു നേട്ടങ്ങൾ നമ്മുടെ സാധാരണക്കാരായ ആളുകളിലേക്ക് എത്തിക്കുക, വിദ്യാർത്ഥികൾക്ക് സന്തോഷകരമായ ഒരു കാര്യമാണ്. അതിൽ ജോലി ചെയ്യുന്ന അധ്യാപകർക്ക് സന്തോഷമുള്ളൊരു കാര്യമാണ്. മാനേജ്മെന്റിന് അഭിമാനമുള്ളൊരു കാര്യമാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ആഘോഷ പരിപാടികൾ 1 വർഷം നീണ്ടു നിൽക്കുന്ന പരിപാടികളാണ് നമ്മൾ ആസൂത്രണം ചെയ്തിരിക്കുന്നത്. ഓഗസ്റ്റ് 9 രാവിലെ 10 രജത ജൂബിലി ആഘോഷ ചടങ്ങുകൾ നടക്കുന്നത്. നവീകരിച്ച സ്കൂൾ മാനേജ്മെന്റ് ഓഫീസിന്റെ ഉദ്ഘാടനം സ്കൂൾ മുൻ മാനേജർ മുൻ MP S രാമചന്ദ്രൻപിള്ള നിർവഹിക്കും. സ്കൂൾ മാനേജർ ഡോക്ടർ P ബാലചന്ദ്രൻ അധ്യക്ഷത വഹിക്കും. വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി നമ്മുടെ ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്യുന്നതോടൊപ്പം തന്നെ അതിന്റെ ഉദ്ഘാടനവും നിർവഹിക്കും. ഈ മാനേജ്മെന്റ് മുറിയുടെ നവീകരിച്ച മാനേജ്മെന്റ് മുറിയുടെ ഉദ്ഘാടനം നമ്മുടെ മുൻ മാനേജറും MP-യുമായ ശ്രീ S രാമചന്ദ്രൻപിള്ള അവർക്കാണ് നിർവഹിക്കുന്നത്. ഒരു ചെറിയ അന്തസ്സുറ്റ ഒരു പ്രോഗ്രാമായിട്ടാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. രാവിലെ 10 മണിക്ക് 9-ാം തീയതി ശനിയാഴ്ച രാവിലെ 10 മണിക്ക് ഡോക്ടർ സ്വപ്ന, ജയശ്രീ, അഞ്ജലി, അബ്ദുൽ വാഹിദ, VK വേണുഗോപാൽ എന്നിവരാണ് ഇക്കാര്യം അറിയിച്ചത്. ന്യൂസ് ബ്യൂറോ, ഓച്ചിറ. കാട്ടാന ശല്യത്തിൽ പുറതിമുട്ടി തെന്മല ഗ്രാമപഞ്ചായത്ത് 1-ാം വാർഡായ ചെറുകടവിലെ കർഷകർ. നിരന്തരമായ കാട്ടാനകളുടെ ശല്യം മൂലം കൃഷി വ്യാപകമായി നശിക്കുന്നു. കാട്ടാനകളുടെ വിഹാര കേന്ദ്രമായി മാറിയിരിക്കുകയാണ് ചെറുകടവ്. കാട്ടാന ശല്യത്തിന് പരിഹാരം കാണാൻ ബന്ധപ്പെട്ടവർ തയ്യാറാകുന്നില്ലെന്നാണ് കർഷകരുടെയും നാട്ടുകാരുടെയും പരാതി. നിരന്തരമായ കാട്ടാന ശല്യം മൂലം കർഷക തൊഴിലാളികളുടെ വരുമാന മാർഗം ഇല്ലാതാവുന്ന സാഹചര്യമാണുള്ളത്. വനം വകുപ്പ് ഇതിനുവേണ്ട നടപടികൾ സ്വീകരിക്കുന്നില്ലെന്നും നാട്ടുകാർ കുറ്റപ്പെടുത്തുന്നു. രാത്രിയായി കഴിഞ്ഞാൽ കാട്ടാനകൾ കൂട്ടത്തോടെയാണ് നാട്ടിലിറങ്ങുന്നത്. ഇതിനാൽ തന്നെ ജനങ്ങൾക്ക് പുറത്തിറങ്ങാൻ കഴിയാത്ത സ്ഥിതിയുണ്ട്. ഒറ്റയാനയാണ് പ്രദേശത്ത് കൂടുതലായി കണ്ടുവരുന്നത്. ഇതിന് അടിയന്തര പരിഹാരം കണ്ടില്ലെങ്കിൽ നിയമ പോരാട്ടവുമായി മുന്നോട്ട് പോകുമെന്ന് മുൻ പഞ്ചായത്ത് അംഗം പറഞ്ഞു. ഈ പരിസര പ്രദേശത്ത് ഇപ്പം കുറേ ആനകൾ വന്നിട്ടുണ്ട്. ആർക്കും ഇതിനെ പേര് വിളിക്കാനോ ഇതിന് ഏത് ആനയാണ് വന്നിട്ട് പോയെന്ന് പോലും പറയാൻ അറിയത്തില്ല. അതുകൊണ്ട് ഓരോ ദിവസം ഈ 3 നന്നാലും വന്ന് ഓരോ സാധനം തിന്നുകൊണ്ട് വന്നു. വാഴ തിന്നുന്ന ആന വാഴക്കൊമ്പൻ, തെങ്ങ് കൊമ്പൻ, തെങ്ങെടുക്കും, ചക്കക്കൊമ്പൻ, കപ്പക്കൊമ്പൻ, കമുക് കൊമ്പൻ, അതായത് നമ്മുടെ അടയ്ക്കാമരം എന്ന് പറയുന്നുണ്ടല്ലോ, കമുക്, ഇത് വന്ന് എടുക്കുക. എങ്ങനെ ജനങ്ങൾ ഇവിടെ ജീവിക്കും? ഇവിടെ സാധാരണ കർഷകരാ, വെറും പാവപ്പെട്ടതായ കുറച്ച് കർഷകർ. അവരെങ്ങനെയാണ് ഇവിടെ ജീവിക്കുന്നത്? ഞങ്ങൾക്കിവിടെ ജീവിക്കാൻ യാതൊരു മാർഗവും ഇല്ല. ഇവിടെ അധികം ആസ്തിയുള്ള 1-2 പേര് മാത്രമേ ഉള്ളൂ. ഞങ്ങളുടെ പറമ്പിലൊക്കെ വന്ന് നോക്കിയാൽ ആന മറിച്ച് എന്തോ ശല്യം ചെയ്തിട്ടേക്കുന്നത്. പകൽ പോലും ഞങ്ങൾക്ക് ഞങ്ങളുടെ പറമ്പുകളിലൊന്ന് നോക്കാൻ വയ്യ. അതേ രീതിയാണ്. എന്ത് ചെയ്യും? ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അനാസ്ഥയാണ് ഇതെല്ലാം സംഭവിച്ചിരിക്കുന്നത്. ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ഞാനിനിയിപ്പോൾ എന്തുമായാലും വിജിലൻസിനെ സമീപിക്കുവാൻ ഇരിക്കുക. ഞാൻ ഒറ്റയാൽ പോരാട്ടവുമായി വിജിലൻസിനെ, എൻ്റെ കിഫ എന്ന് പറയുന്നൊരു സംഘടനയുണ്ട്, ആ കിഫയുടെ സംഘടനയുമായി ബന്ധപ്പെട്ട് അഡ്വക്കേറ്റിനെ കണ്ട് കേസ് ഫയൽ ചെയ്യുവാനാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഇനി പേര് ഓരോ കാര്യങ്ങളും ഞാൻ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പറയുന്നില്ല. ഞാൻ അനേക വാർത്തകൾ കൊടുത്തു കഴിഞ്ഞ് ഇവിടുത്തെ റേഞ്ച് ഓഫീസറും ഇവിടെയൊക്കെ പറയുമ്പോൾ അവരുടെ ധാർഷ്ട്യമാണ് ഇവിടെ നടക്കുന്നത്. അവർ സർവകക്ഷി യോഗത്തിൽ വന്നിട്ടും മനുഷ്യരെ എല്ലാം ഒന്നും അല്ലാത്ത രീതി കണ്ട് അവർ തലകുലുക്കി ഇരുത്തിയിട്ടാണ് പോയിരിക്കുന്നത്. ഇതൊന്നും ആരും കാണുന്നില്ല, കേൾക്കുന്നില്ല. കുറേ രാഷ്ട്രീയ നേതാക്കന്മാർ വന്ന് അവരുടെ ആവശ്യങ്ങളും അവലാദികളും ജനങ്ങളുടെ പറഞ്ഞ് ഇതെല്ലാം ഞങ്ങളിപ്പോൾ സാധിച്ചു കൊടുക്കും. താൽക്കാലികമായി പടക്കമെറിഞ്ഞും മറ്റുമാണ് ആനകളെ തുരത്തുന്നത്. കർഷക തൊഴിലാളികൾ ഉൾപ്പെടെ നിരവധി കുടുംബങ്ങൾ താമസിക്കുന്ന മേഖലയിൽ കാട്ടാനശല്യം കാരണം വീടിന് പുറത്തേക്കിറങ്ങാൻ സാധിക്കാത്ത അവസ്ഥയുമുണ്ട്. ന്യൂസ് ബ്യൂറോ, തെന്മല. പുനലൂർ തൂക്കുപാലത്തിൽ ലൈറ്റ് ഓഫ് ജസ്റ്റിസ് പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചു. BJP സർക്കാർ തടവിലാക്കിയ മലയാളി കന്യാസ്ത്രീകളെ വിട്ടയക്കണമെന്നാവശ്യപ്പെട്ടാണ് പരിപാടി സംഘടിപ്പിച്ചത്. പുനലൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയാണ് പ്രതിഷേധം നടത്തിയത്. കറുത്ത തുണി കൊണ്ട് വായ് മൂടിക്കെട്ടി മെഴുകുതിരി തെളിച്ച് പുനലൂർ തൂക്കുപാലത്തിൽ പ്രതിഷേധ ജ്വാല ഉയർത്തി. ലൈറ്റ് ഓഫ് ജസ്റ്റിസ് എന്ന പേരിലായിരുന്നു പ്രതിഷേധ ജ്വാല. അന്യായമായി BJP സർക്കാർ തടവിലാക്കിയ മലയാളി കന്യാസ്ത്രീകളെ വിട്ടയക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു പുനലൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ജ്വാല സംഘടിപ്പിച്ചത്. സിസ്റ്റർ റോസ്ലിൻ പ്രതിഷേധ ജ്വാല ഉദ്ഘാടനം ചെയ്തു. ഞങ്ങൾ അവരെ ചേർത്ത് നിർത്തുവാൻ, അവരെ സ്നേഹിക്കുവാൻ, അവരെ കരുതുവാൻ ഞങ്ങൾ എപ്പോഴും അവരോടൊപ്പം നിൽക്കുന്നവരാണ്. തീർച്ചയായിട്ടും ഈ വേദന നമുക്ക് ഏറ്റെടുക്കാൻ കഴിയുന്നതിലും അപ്പുറമാണ്. ജാതി മതഭേദം അതൊരിക്കലും പാടില്ലാത്ത ഒരു കാര്യമാണ്. ജാതി മതം നമ്മളൊക്കെ സഹോദരങ്ങളാണ്, ഇന്ത്യൻ പൗരന്മാരാണ് നമ്മൾ ഓരോരുത്തരും. നമുക്ക് ഓരോരുത്തർക്കും സ്വാതന്ത്ര്യമുണ്ട്,
അത് നമുക്കുണ്ടാകണം, അത് നമുക്ക് നേടിയെടുക്കണം. അതിനുവേണ്ടി നമ്മളെല്ലാവരും ഒന്ന് ചേർന്ന് പ്രവർത്തിക്കണം. അതാണ് എനിക്ക് ഈ സമയത്ത് നമ്മൾ എല്ലാവരോടുമായിട്ട് പറയാനുള്ളത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ സഹോദരിമാർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഇങ്ങനെ ഒരു കൂട്ടായ്മ ഇവിടെ സംഘടിപ്പിച്ച പ്രിയപ്പെട്ട വിജയകുമാർ സാർ തൊട്ട് എല്ലാവരെയും ഞാൻ അങ്ങേയറ്റം അഭിനന്ദിക്കുന്നു. 17 വർഷം തെക്കേ ഇന്ത്യയിൽ കുഷ്ഠരോഗികളോടൊപ്പവും ആദിവാസികളോടൊപ്പവും പ്രവർത്തിച്ച അവസരങ്ങളിൽ ഇത്തരം ക്രൂരതകൾ തനിക്ക് നേരിടേണ്ടി വന്നിട്ടില്ല എന്ന് സിസ്റ്റർ റോസ്ലിൻ പറഞ്ഞു. തീർച്ചയായിട്ടും പ്രിയപ്പെട്ടവരെ, നമ്മൾ ചിന്തിക്കേണ്ടതാണ്. നമ്മളോട് കാണിക്കുന്ന ഈ ക്രൂരത നമുക്ക് ദൈവത്തിന് മുൻപിൽ നമുക്ക് ക്ഷമിച്ചുകൊണ്ട് നമുക്ക് അവർക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കാം. അവർക്കൊരു മാനസാന്തരം ഉണ്ടാകാൻ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, പ്രത്യേകിച്ച് നമ്മുടെ സഹോദരിമാർക്ക് എല്ലാ ഐക്യദാർഢ്യവും നമുക്ക് ഇവിടെ. സിസ്റ്റർ മാർട്ലിൻ മുഖ്യപ്രഭാഷണം നടത്തി. പുനലൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് സി വിജയകുമാറിന്റെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധ ജ്വാല. മാലാഖമാരുടേതാകട്ടെ എന്ന് നമ്മൾ തീരുമാനിക്കുകയാണ്. നമുക്ക് വേണ്ടി പ്രത്യേകിച്ച് നമ്മുടെ സംസ്ഥാനത്തെ 2 മാലാഖമാർക്ക് വേണ്ടിയാണ് ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഈ മേഖലയിൽ ശുശ്രൂഷ വേലകൾ ചെയ്യുന്ന, സേവനമനുഷ്ഠിക്കുന്ന, ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന 2 സിസ്റ്റർമാർ നമ്മളോട് മനമുരുകി അത്രയ്ക്ക് വേദനയോടുകൂടിയാണ് ഈ ത്രിസന്ധി നേരത്തെ നമ്മളോട് സംസാരിച്ചത്. വേറെ ആരും സംസാരിക്കുന്നില്ല. നമ്മുടെ പ്രതീക്ഷ, ഈ ഒരു പ്രതീകമാണ്, ഈ തീനാളങ്ങൾ ഉയർത്തിയുള്ള പ്രതീകമാണ് നമ്മളിന്ന് പ്രതിഷേധമായി ഈ രാജ്യത്തിൻ്റെ ഭരണസിരാ കേന്ദ്രത്തിലിരിക്കുന്ന രാഷ്ട്രീയ അധമന്മാർക്കെതിരെ, മത തീവ്രവാദികൾക്കെതിരെ, ജാതിയുടെ പേരിൽ, മതത്തിൻ്റെ പേരിലൊക്കെ ആളുകളെ തമ്മിൽ തല്ലിക്കുന്ന ഈ വർഗീയ വിഷങ്ങൾക്കെതിരെ അവരിൽ മാറ്റങ്ങൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുവാനാണ് ഈ തിരുനാളം ഉയർത്തിക്കൊണ്ട് നമ്മൾ ശ്രമിക്കുന്നത്. KPCC സെക്രട്ടറി അഡ്വക്കേറ്റ് സൈമൺ അലക്സ്, DCC ജനറൽ സെക്രട്ടറിമാർ കെ ശശിധരൻ, സഞ്ജു ബുഖാരി, മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റുമാരായ എസ് നാസർ, KN ബിപിൻകുമാർ, ഷെമി എസ് അസീസ്, ചിറ്റാലങ്കോട് മോഹനൻ, നഗരസഭാ പാർലമെന്ററി പാർട്ടി ലീഡർ G ജയപ്രകാശ്, സാബു അലക്സ്, വെഞ്ചേബ് സുരേന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. തെന്മല ഗ്രാമപഞ്ചായത്ത് ഉദയഗിരി റെയിൽവേ സ്റ്റേഷൻ റോഡിന്റെ ഉദ്ഘാടനം നടത്തി. ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി 5 ലക്ഷം രൂപ വിനിയോഗിച്ചാണ് റോഡ് നിർമ്മിച്ചത്. ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി 5 ലക്ഷം രൂപ വിനിയോഗിച്ചാണ് റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയത്. തെന്മല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ശശിധരൻ റോഡിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രതിസന്ധിയെ നേരിടുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇവിടെ ഈ നിർമ്മാണ പ്രവർത്തനങ്ങളുമായി ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. കഴിഞ്ഞ 4 വർഷക്കാലത്തിനിടയിൽ ഏതാണ്ട് 40 കോടിയോളം രൂപയാണ് ഇവിടെ ചെലവഴിക്കപ്പെട്ടത്. അതിൽ 2 കോടി രൂപ തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ട റോഡുകളുടെ നിർമ്മാണത്തിന് വേണ്ടി മാത്രമാണ് വിനിയോഗിച്ചിട്ടുള്ളത്. മറ്റ് വേതനങ്ങളെല്ലാം മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ 35 കോടി രൂപ കഴിഞ്ഞ 4 വർഷക്കാലം ഈ പഞ്ചായത്തിലെ ജനങ്ങളുടെ അക്കൗണ്ടിലേക്ക് വേതനമായി വന്നിട്ടുള്ള തുകയാണ്. ഇവിടെ ഇതെനിക്ക് പറയാനുള്ളത്, ചില ആളുകൾ ഇതുമായി ബന്ധപ്പെട്ട് ചില ദുഷ്പ്രചരണങ്ങൾ നടത്തുന്നുണ്ട്. ഇത് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഫണ്ടാണെന്നും അതാണ് ഇവിടെ ചെലവഴിച്ചതെന്നൊക്കെ പറയുന്നത്. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി എന്ന് പറയുന്നത് കേന്ദ്രാവിഷ്കൃത പദ്ധതിയാണ്. പലപ്പോഴും ഫണ്ടുകൾ ലഭ്യമാകാത്ത സാഹചര്യത്തിൽ തൊഴിലുറപ്പ് പദ്ധതി ആശ്രയിച്ചാണ് നമ്മൾ ഈ റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പലതും പൂർത്തീകരിക്കുന്നത്. ഈ വർഷം നമ്മൾ 2 കോടി രൂപ കൂടി പുതുതായിട്ട് ടെൻഡർ എടുത്ത് 2 കോടി രൂപയുടെ നിർമ്മാണ പ്രവൃത്തികൾക്ക് വേണ്ടിയുള്ള ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ച് പണികൾ ആരംഭിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഉദയഗിരി റെയിൽവേ സ്റ്റേഷൻ റോഡിൻ്റെ പണികളും പൂർത്തീകരിച്ചത്. ഇനി ഉദയഗിരി റെയിൽവേ സ്റ്റേഷൻ റോഡിൻ്റെ പണികൾ ഇനി ഒരു 40 മീറ്ററോളം പണി നടത്തി കഴിഞ്ഞാൽ ഈ റോഡ് സമയബന്ധിതമായി മറ്റ് യാതൊരു ക്രമക്കേടുമില്ലാതെ യാതൊരു ബുദ്ധിമുട്ടുകളുമില്ലാതെ നമുക്ക് റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിച്ചേരാൻ കഴിയും. വാർഡംഗം സോജ സനിൽ, തൊഴിലുറപ്പ് ഓവർസിയർ മേറ്റുമാർ, തൊഴിലുറപ്പ് അംഗങ്ങൾ തുടങ്ങി രാഷ്ട്രീയ, സാംസ്കാരിക, സാമൂഹ്യ രംഗത്തെ നിരവധി പേർ ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തെന്മല. പുന്നല റോഡിന്റെ ശോച്യാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് പുന്നല മണ്ഡലം കമ്മിറ്റി റോഡ് ഉപരോധിച്ചു. ഇതേസമയം നിർമ്മാണം നടക്കുന്ന കലുങ്കിൽ ലോറി കുടുങ്ങി ഗതാഗതം മണിക്കൂറുകളോളം തടസ്സപ്പെട്ടു. സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾ ഉൾപ്പെടെ ഗതാഗത കുരുക്കിൽപ്പെട്ടു. എങ്ങനെ വരും? അവിടെ ഇങ്ങോട്ട് കയറുമ്പോൾ മൊത്തം നാശം. അവിടെ 2.5 വർഷമായി നിർമ്മാണ പ്രവർത്തനം നടക്കുന്ന പുന്നല റോഡിന്റെ ശോച്യാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടാണ് കോൺഗ്രസ് പുന്നല മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ റോഡ് ഉപരോധിച്ചത്. രാവിലെ ടിപ്പർ ലോറി കലുങ്ക് നിർമ്മാണം നടക്കുന്ന പാലത്തിൽ കുടുങ്ങി വശത്തേക്ക് മറിയാതിരുന്നത് വലിയ അപകടം ഒഴിവാക്കി.
ഒരു മാസം മുമ്പും സ്ഥലത്ത് തടികയറ്റി വന്ന ലോറി അപകടത്തിൽപ്പെട്ട് ഗതാഗത തടസ്സമുണ്ടായിരുന്നു. കോടികൾ ചെലവഴിക്കുന്ന റോഡ് നിർമ്മാണവും കലുങ്ക് നിർമ്മാണവും അശാസ്ത്രീയമാണെന്നും നിർമ്മാണം മന്ദഗതിയിലാണെന്നും വേഗത്തിൽ റോഡ് സഞ്ചാരയോഗ്യമാക്കിയില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികൾക്ക് നേതൃത്വം നൽകുമെന്ന് കോൺഗ്രസ് നേതാക്കളായ ഹുനൈസ് PM സാഹിബ്, അഡ്വക്കേറ്റ് സാജു ഖാൻ, ബിനു കിരിക്കൽ, ഷൈജു പുന്നല എന്നിവർ പറഞ്ഞു. എന്നാൽ 6 കിലോമീറ്റർ ദൈർഘ്യമുള്ള ഈ റോഡ് 68 കോടി രൂപ കിഫ്ബിയുടെ നിർമ്മാണ പ്രവൃത്തിയിൽ നടക്കുന്ന റോഡാണ് പുന്നല റോഡ് എന്ന് പറയുന്നത്. ഈ പ്രദേശത്ത് താമസിക്കുന്നവർക്ക് നിലവിൽ അലുമുക്ക് പുന്നല റോഡിലൂടെയും അതുപോലെ തന്നെ പത്തനാപുരം പുന്നല റോഡിലൂടെയും യാത്ര ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ്. ഇന്ന് രാവിലെ തന്നെ കല്ലാമുട്ടം ഭാഗത്ത് കലുങ്ക് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഒരു വണ്ടി ഇടിഞ്ഞ് താഴ്ന്ന് മറിഞ്ഞു പോകുന്നൊരവസ്ഥയുണ്ടായി. ഇത് പല പ്രാവശ്യം ബന്ധപ്പെട്ട അധികാരികളോട് നമ്മൾ കൃത്യമായി അവരുടെ അറിയിച്ചിട്ട് പോലും അവർ ഈ റോഡിൽ ഒന്ന് ഇൻസ്പെക്ഷൻ നടത്തുവാൻ പോലും തയ്യാറാകുന്നില്ല. 6 വാർഡിലെ 15,000-ൽ പരം ആളുകൾ താമസിക്കുന്ന ഒരു പ്രദേശമാണ് പുന്നല എന്ന് പറയുന്നത്. പള്ളിമുക്കിൽ നിന്ന് തുടങ്ങി അച്ചൻകോവിൽ വഴി തമിഴ്നാട്ടിലേക്ക് പോകുന്ന ഒരു അന്തർ സംസ്ഥാന പാതയാണ് ഈ പുന്നലയിലൂടെ കടന്നു പോകുന്നത്. അപ്പോൾ നാളിതുവരെയായിട്ടും ഗണേഷ് കുമാർ MLA ഈ റോഡിൽ തിരിഞ്ഞു നോക്കുവാൻ പോലും തയ്യാറാകുന്നില്ല. ബന്ധപ്പെട്ട അധികാരികൾ തയ്യാറാകുന്നില്ല. നിർമ്മാണ പ്രവർത്തനം 2023 ജനുവരിയിൽ നിർമ്മാണ പ്രവർത്തനം ആരംഭിച്ചിട്ട് ഏതാണ്ട് 6 മാസക്കാലം കൊണ്ട് ഞങ്ങൾക്ക് പണി പൂർത്തീകരിച്ചു തരുമെന്ന് പറഞ്ഞിട്ട് ഇന്ന് 2.5 വർഷക്കാലം പിന്നിട്ടിരിക്കുകയാണ്. തീർത്തും അശാസ്ത്രീയപരമായ അഴിമതി നിറഞ്ഞ ഒരു റോഡ് നിർമ്മാണമാണ് ഈ പുന്നല റോഡിന്റെ നിർമ്മാണം എന്ന് പറയുന്നത്. പൊതുമരാമത്ത് വകുപ്പ് അധികൃതരും പോലീസും തമ്മിൽ നടത്തിയ ചർച്ചയ്ക്കൊടുവിലാണ് റോഡ് ഉപരോധം അവസാനിപ്പിച്ചത്. ഇന്നത്തെ സ്ഥിതി എന്ന് പറയുന്നത് സ്കൂളുകളിൽ കുട്ടികൾക്ക് പോകാൻ പറ്റാത്തൊരു സാഹചര്യം, KSRTC സർവീസ് നിർത്തിയിരിക്കുന്നു. അങ്ങനെ ജനങ്ങളുടെ ജീവിതം മൊത്തം സ്തംഭിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പോയിരിക്കുന്നു. അതുകൊണ്ട് ഇതിന് വേണ്ടുന്ന നടപടി സ്വീകരിച്ച് അടിയന്തരമായി തന്നെ ഈ റോഡിന്റെ നിർമ്മാണ പ്രവർത്തനം പൂർത്തീകരിച്ച് ബസ് വിടുവാനുള്ള സ്വാതന്ത്ര്യം ബസ് വിടണമെന്നും അതുപോലെ തന്നെ ജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തെ ഇല്ലാതാക്കരുതുമാണ് എനിക്ക് പറയുവാനുള്ളത്. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. പുനലൂർ കലങ്ങുമുകൾ വാർഡിൽ അംഗൻവാടി ഉദ്ഘാടനം ചെയ്തു. MP ഫണ്ട് വിനിയോഗിച്ചായിരുന്നു നിർമ്മാണം. 15 ലക്ഷം രൂപയാണ് നിർമ്മാണത്തിന് വിനിയോഗിച്ചത്. പുനലൂർ നഗരസഭയിലെ കലുങ്ങുമുകൾ വാർഡിലാണ് സ്മാർട്ട് അംഗനവാടി ഉദ്ഘാടനം ചെയ്തത്. MP ഫണ്ടിൽ നിന്നും 15 ലക്ഷം രൂപ വിനിയോഗിച്ചായിരുന്നു അംഗനവാടിയുടെ നിർമ്മാണ ജോലികൾ പൂർത്തീകരിച്ചത്. ദേവികോണത്ത് നടന്ന ചടങ്ങിൽ NK പ്രേമചന്ദ്രൻ MP സ്മാർട്ട് അംഗനവാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. സ്വന്തമായി ഒരു കെട്ടിടം നിർമ്മിച്ച് പൂർത്തീകരിക്കുന്ന പ്രവർത്തനത്തിന് പിന്നിൽ അല്ലെങ്കിൽ ആ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്ത ഈ വാർഡിനെ പ്രതിനിധീകരിക്കുന്ന ഡിവിഷനെ പ്രതിനിധീകരിക്കുന്ന കൗൺസിലർ ശ്രീ G ജയപ്രകാശിനെയും അദ്ദേഹത്തോടൊപ്പം നഗരസഭ അടക്കമുള്ള ബന്ധപ്പെട്ട എല്ലാവരെയും നാടിൻ്റെ പേരിലുള്ള ഹാർദമായ അഭിനന്ദനങ്ങൾ, അനുമോദനങ്ങൾ ആദ്യമായി അറിയിക്കാൻ ഞാൻ ഈ അവസരം പ്രയോജനപ്പെടുത്തുകയാണ്. കാരണം നഗരസഭയാണെങ്കിൽ നഗരമാണെങ്കിൽ പോലും ഗ്രാമീണതയുടെ എല്ലാ ശാലീനതയും നിലനിൽക്കുന്ന ഈ വയൽ പ്രദേശത്ത്, വളരെ റിമോട്ടായിട്ടുള്ള ഇത്തരം പ്രദേശത്ത് ഏറ്റവും ആധുനിക സൗകര്യത്തോടു കൂടി മനോഹരമായ ഒരു അംഗൻവാടി നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അവരുടെ മാനസികവും ശാരീരികവുമായ ഉല്ലാസത്തിനും വികസനത്തിനും വളർച്ചയ്ക്കും സഹായകരമാകുന്ന നിലയിൽ നിർമ്മിച്ച് അത് പൂർത്തീകരിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് തീർച്ചയായും കൗൺസിൽ അംഗം എന്ന നിലയിൽ ഈ പ്രദേശത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്ന വികസനോന്മുഖ പ്രവർത്തനങ്ങളുടെ വിലപ്പെട്ട നേട്ടങ്ങളിൽ ഒന്നായി തന്നെ വിലയിരുത്തുമെന്നാണ് എൻ്റെ വിശ്വാസം. നിങ്ങൾക്കറിയാം, കേരളത്തിൽ തന്നെ മുഴുവൻ ജനങ്ങളും ഒരു വാർഡിൻ്റെ അല്ലെങ്കിൽ ഡിവിഷൻ്റെ പരിധിയിൽ വരുന്ന മുഴുവൻ ജനങ്ങളെയും ഇൻഷുറൻസ് പരിരക്ഷയുടെ പരിധിയിൽ കൊണ്ടുവന്ന് സമാനതകളില്ലാത്ത വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തുകൊണ്ടാണ് ശ്രീ G ജയപ്രകാശിന്റെ നേതൃത്വത്തിൽ പുനലൂർ നഗരസഭയിലെ ഈ കലിങ്ങൻമുകൾ വാർഡിൽ നിരവധിയായിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അതിലേറ്റവും പ്രധാനപ്പെട്ട സാമൂഹ്യക്ഷേമ വികസനങ്ങളിൽ ഒന്നാണ് അംഗൻവാടികൾ എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. കാരണം അംഗൻവാടികളെ സംബന്ധിച്ചിടത്തോളം ഇൻ്റഗ്രേറ്റഡ് ചൈൽഡ് ഡെവലപ്മെന്റ് ഫണ്ട് അല്ലെങ്കിൽ സമഗ്ര ശിശു വികസന പദ്ധതി എന്ന് പറയുന്ന കേന്ദ്രാവിഷ്കൃത പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് അംഗൻവാടികൾ വ്യാപകമായി നമ്മുടെ രാജ്യത്താകെ ആരംഭിക്കാൻ നടപടികൾ സ്വീകരിച്ചത്. ആ അംഗൻവാടികൾ കൊണ്ട് പ്രധാനമായും ഉദ്ദേശിക്കുന്നത് വളർന്നു വരുന്ന നമ്മുടെ കുഞ്ഞുങ്ങളുടെ ശൈശവ ദശയിലുള്ള കുഞ്ഞുങ്ങളുടെ മാനസികവും ശാരീരികവുമായ ഉല്ലാസത്തിന് വേണ്ടിയിട്ടുള്ളതാണ് അംഗൻവാടി. നഗരസഭാ ചെയർപേഴ്സൺ K പുഷ്പലത അധ്യക്ഷത വഹിച്ചു. കൗൺസിലർ G ജയപ്രകാശ് സ്വാഗതം പറഞ്ഞു.
സമീപത്ത് ഒരു വാർഡിലെ ആയിരുന്നു ഇത്. അവിടെ ഒരു ഷെഡിലായിരുന്നു പ്രവർത്തിച്ചിരുന്നത്. നമ്മുടെ സമീപത്ത് തന്നെയുള്ള ശ്രീ ശമുലൂട്ടി ചായൻ്റെ കെട്ടിടം, അദ്ദേഹം ഇപ്പോൾ നമ്മളെ വിട്ടുപിരിഞ്ഞിരിക്കുക. അദ്ദേഹത്തിൻ്റെ കെട്ടിടത്തിലേക്ക് നമ്മൾ വാടകയ്ക്ക് നല്ല സൗകര്യത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ചു. അവിടെ നിന്നും സ്വന്തം കെട്ടിടം എന്ന ആവശ്യം നമ്മൾ അതിന് ശ്രമം നടത്തിയപ്പോൾ ഇടക്കുന്നിൽ ചാക്കോ തോമസ് അദ്ദേഹം സൗജന്യമായി 2.5 സെന്റ് ഭൂമി തന്നു. ആ ഭൂമിയിലാണ് ബഹുമാനപ്പെട്ട MBയെ സമീപിച്ച് ഇതിൽ കെട്ടിടം നിർമ്മിക്കുന്നതിൽ ആവശ്യമായ 15 ലക്ഷം രൂപ അദ്ദേഹം നൽകുകയുണ്ടായി. അതിൻ്റെ നിർമ്മാണ ഘട്ടത്തിൽ, അത് ഞാൻ ഇത്തരത്തിലുള്ള ഒരു യോഗത്തിൽ പറയാൻ പാടുള്ളതല്ല, എന്നിരുന്നാലും ഒരു ഉദ്യോഗസ്ഥ സംവിധാനത്തിലെ ഏറ്റവും വലിയ അപജയം, ഇത് എൻ്റെ മാത്രം അഭിപ്രായമല്ല, ഞാനൊരു പ്രതിപക്ഷ കൗൺസിലർ എന്നുള്ളതിൽ എൻ്റെ മാത്രം, നഗരസഭയുടെ ചെയർപേഴ്സന്റെ കൂടി അഭിപ്രായം, ചെയർപേഴ്സൺ അത് സൂചിപ്പിക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. ഉദ്യോഗസ്ഥരിൽ ഒരു വിഭാഗം ആളുകൾ വികസന പ്രവർത്തനങ്ങളെ എങ്ങനെ തകിടം മറിക്കണം എന്ന ഉദ്ദേശത്തോടു കൂടി അവരുടെ സ്ഥാപിത താല്പര്യങ്ങൾ മുൻനിർത്തിക്കൊണ്ട്, അതിന് പല കാരണങ്ങളുണ്ട്. അവർ പറയുന്നത് ഏതെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ വിജിലൻസ് അന്വേഷണവും ഒക്കെ വരുമ്പോൾ ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല, അതുകൊണ്ട് നടക്കാതിരിക്കേണ്ടത് എങ്ങനെയാണ് എന്ന് ഒരു കൂട്ടം ഉദ്യോഗസ്ഥർ നോക്കി കാണുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ നാട്ടിലുള്ള എല്ലാ പ്രവർത്തനങ്ങളെയും തകിടം മറിക്കുന്ന തരത്തിലേക്ക് പോകുന്നത്. വലിയ പ്രതിസന്ധിയാണ്. ഉദ്യോഗസ്ഥർ എങ്ങനെ ചെയ്യാതിരിക്കണം, ചെയ്യേണ്ടത് എങ്ങനെയല്ല, ചെയ്യാതിരിക്കേണ്ടത് എങ്ങനെയെന്ന് ഒരു കൂട്ടം ഉദ്യോഗസ്ഥർ ആലോചിക്കുന്നതിന്റെ ഒരു പരിണിത ഫലം. ഞാൻ ഒരു ഉദാഹരണം പറയാം. ഈ കെട്ടിടത്തിന് ഇവിടെ ഇതൊരു കട്ടിങ് ആയിരുന്നു. ഇതിന് മുകളിലുള്ള ഞങ്ങളൊക്കെ നിർദ്ദേശിച്ചിരുന്നത് ഇതിന്റെ മുകളിലുള്ള കുറച്ച് ഭാഗത്ത് മണ്ണ് മാറ്റി കെട്ടിടം നിർമ്മിക്കണം. അപ്പം ഉദ്യോഗസ്ഥ നഗരസഭയുടെ അസിസ്റ്റന്റ് എഞ്ചിനീയർ പറഞ്ഞു ഇത് മണ്ണ് പൂർണ്ണമായി മാറ്റണം. ശരി, സമ്മതിച്ചു. മണ്ണ് പൂർണ്ണമായി മാറ്റി. 15 ലക്ഷം രൂപയുടെ വർക്കാണ്. നിങ്ങൾ ആലോചിക്കണം. മണ്ണ് പൂർണ്ണമായി മാറ്റി കഴിഞ്ഞപ്പോൾ ഈ ഉദ്യോഗസ്ഥ പറയുകയാണ് ഇവിടെ കോളം എടുക്കണം. ഈ മണ്ണ് മാറ്റുന്ന സമയത്ത് ഈ പിക്കാസ് കൊണ്ടൊന്ന് വെട്ടിയാക്കുള്ളതിൽ വലിയ വലിയ എന്താ വെട്ടുകല്ലിന്റെ സമാനമായിട്ടുള്ള സ്ഥലമാണ്. ഇവിടെ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല എന്ന് ജോലിക്കാരന്മാർ, കരാറുകാരെല്ലാം പറഞ്ഞിട്ട് പോകുമ്പോഴും പറയുക ഇത് കോളം എടുക്കണം, കോളം എടുത്താൽ മാത്രമേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. ഉദ്യോഗസ്ഥയ്ക്ക് വഴങ്ങി കൊടുത്തു. ഇത് ജില്ലാ പ്ലാനിംഗ് കമ്മിറ്റി അംഗീകരിച്ച ഒരു പദ്ധതിക്ക് അനുസരിച്ചുകൊണ്ട് ഒരു കെട്ടിടത്തിന്റെ നിർമ്മാണ പ്രവർത്തനം നടത്തുന്നിടത്താണിതെന്ന് നിങ്ങൾ ആലോചിക്കണം. നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ കനകമ്മ, കൗൺസിലർമാരായ സുന്ദരേശൻ, പൊടിയൻപിള്ള, വിപിൻകുമാർ, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സി വിജയകുമാർ, മണ്ഡലം സെക്രട്ടറി നാസർ ഖാൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. പ്രധാന വാർത്തകൾ വീണ്ടും. യുണൈറ്റഡ് മർച്ചന്റ് ചേംബറിന്റെ സമരപ്രഖ്യാപന കൺവെൻഷൻ ആഗസ്റ്റ് 5-ന്. ഭീമഹർജിക്കായി ഒപ്പ് ശേഖരിക്കും. തിങ്കളാഴ്ച ഓച്ചിറയിൽ നിന്നും പ്രചാരണ ജാഥ. തെന്മല ഗ്രാമപഞ്ചായത്ത് ഉദയഗിരി റെയിൽവേ സ്റ്റേഷൻ റോഡ് ഉദ്ഘാടനം ചെയ്തു. ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയായിരുന്നു നിർമ്മാണം. 5 ലക്ഷം രൂപയാണ് നിർമ്മാണത്തിന് വിനിയോഗിച്ചത്. സാധാരണ കർഷകരാണ്, വെറും പാവപ്പെട്ടതായ കുറച്ച് കർഷകർ. അവരെങ്ങനെയാണ് ഇവിടെ ജീവിക്കുന്നത്? കാട്ടാന ശല്യത്തിൽ പൊറുതിമുട്ടി തെന്മല ഗ്രാമപഞ്ചായത്ത് 1-ാം വാർഡ്. ചെറുകടവിലെ കർഷകർ പ്രതിസന്ധിയിൽ. കൃഷി വ്യാപകമായി നശിപ്പിക്കുന്നു. കാട്ടാനകളുടെ വിഹാര കേന്ദ്രമായി ചെറുകടവ്. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.